ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് 111-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മികച്ച ഒരു പുസ്തകം എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു പുസ്തകമായിട്ട് മാറണം. പണ്ടൊരു ബുക്ക് വായിച്ചപ്പോൾ കണ്ടൊരു വരിയാണ് കേട്ടത്. ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു. അത്രയും മീനിങ് ഫുൾ ആയിട്ടുള്ള വരികളാണ്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റുകളും എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും ഉള്ളവ തന്നെയാണ്. അതുകൊണ്ടും കൂടെ ആയിരിക്കണം ഒരു മോട്ടിവേഷണൽ സ്പീക്കറോ ലൈഫ് കോച്ചോ അങ്ങനെ ഒരു ലേബലും ഇല്ലാതെ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസും അല്ലെങ്കിൽ വായിച്ചറിഞ്ഞ അറിവുകളും അതിലൂടെ ലൈഫിലുണ്ടായ മാറ്റങ്ങളെയും തിരിച്ചറിവുകളെയും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരാളായ എനിക്ക് ഏറ്റവും ഹാപ്പി ആക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വീഡിയോയുടെയും താഴെ വരുന്ന കമൻസുകളിലൂടെയും അല്ലെങ്കിൽ അതിന് കിട്ടുന്ന റെസ്പോൺസുകളിലൂടെയും ഞാൻ കടന്നുപോയ അതേ വഴികളിലൂടെ അല്ലെങ്കിൽ അതിന് സമാനമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന കുറച്ച് പേർക്കെങ്കിലും എൻ്റെ വീഡിയോ ശരിക്കും യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇന്നും അത്തരത്തിലുള്ളൊരു വീഡിയോ തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സെയിം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ, ആ ഒരു അവസ്ഥ ഇപ്പോഴും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. കാരണം ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെയാണ്. അപ്പം ജീവിതത്തിൽ ഒരു കാലം വരെ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ അഫക്റ്റ് ചെയ്ത അല്ലെങ്കിൽ എന്നെ ബാധിച്ചൊരു പ്രശ്നം തന്നെയായിരുന്നു ഈ പ്രോക്രാസ്റ്റിനേഷൻ. അതായത് ലൈഫിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാം, പക്ഷെ ഇപ്പം വേണ്ട, അത് പിന്നീട് ചെയ്യാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഒന്ന് നീട്ടിവെക്കൽ. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, അതായത് ഇന്നിപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു കാരണമൊന്നും ഇല്ലെങ്കിലും ഇന്നിപ്പോൾ ചെയ്യണ്ട, പിന്നെ ചെയ്യാമെന്നും പറഞ്ഞ് മാറ്റിവെക്കുക. അപ്പോൾ ഇന്ന് ചെയ്യേണ്ടത് നാളത്തേക്കാവും, നാളെ ചെയ്യേണ്ടത് അടുത്ത ആഴ്ചയിലേക്കാവും, അങ്ങനെ അങ്ങനെ നീണ്ടുപോകും. അങ്ങനെ ലൈഫിൽ ഈ ലക്ഷ്യങ്ങളും പ്ലാനുകളും ഒക്കെ വെറും ലക്ഷ്യങ്ങളും പ്ലാനുകളും മാത്രമായി നിൽക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് വെച്ചാൽ എൻ്റെ ഒരു സ്വഭാവം ഇതാണ്, ഒരു മടി പിടിച്ച വളരെ ലേസി ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ നീട്ടി വെച്ച് ലാസ്റ്റ് മൊമെന്റിൽ എല്ലാം കൂടെ എടുത്തിട്ട് ചെയ്യാൻ നോക്കുക, വെപ്രാളപ്പെടുക, ഇങ്ങനെ ഒരാളാണ് ഞാനെന്നാണ് ഞാൻ എന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരുന്ന ഒരു സെൽഫ് കൺസെപ്റ്റ്. സത്യത്തിൽ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി അതിലൂടെ സെൽഫ് ലവ് ജേണിയിലേക്കൊക്കെ കയറിയതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഇതൊരു ലേസിനെസ്സോ അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റോ ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല. ശരിക്കും ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് ലവ് ഇല്ലായ്മയുടെയോ അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് വെർത്ത്, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒന്നും ഇല്ലാത്തതിൻ്റെയും കൂടെ ഒരു ലക്ഷണമാണ്. നമ്മളിപ്പോൾ ഒരാളെ നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട്, അത്രയും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാളുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യില്ല, നമ്മളത് ചിന്തിക്കുക പോലുമില്ല, അല്ലേ? അപ്പോൾ അയാൾക്കിനി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അത് ചെയ്യാൻ എപ്പോഴും നമ്മൾ വില്ലിങ്ങും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ തവണയും സ്വന്തം ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ ഇങ്ങനെ ഓരോ സമയത്തും ചെയ്തു വെക്കേണ്ട കാര്യങ്ങളെയൊക്കെ പിന്നത്തേക്ക് നീട്ടിവെക്കുന്ന നമുക്ക് നമ്മളോട് എന്ത് സ്നേഹവും ബഹുമാനവുമാണ് തോന്നുന്നത്? നമ്മളുടെ ഫ്യൂച്ചർ സെൽഫിനെയാണ് ഇങ്ങനെ വെറുതെ ക്വസ്റ്റ്യൻ മാർക്കിലിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ, ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് മാറ്റിയെടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഈ പറയുന്ന ഒരു പ്രാക്ടീസ് നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാം. കാരണം ഇത് ചെയ്തു പോകുന്നതിലൂടെ നമുക്ക് വലിയൊരു എഫേർട്ടൊന്നും ഇടാതെ നമ്മളുടെ ആ ഒരു സെൽഫ് ലവ് ജേണിയിൽ കൂടെ ഇതിനെ ഒന്ന് റീസെറ്റ് ചെയ്തെടുത്ത് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലേക്ക് ലൈഫ് മാറ്റിയെടുക്കാനും പറ്റും. ആദ്യം തന്നെ ആ പ്രാക്ടീസ് എന്ന് പറയാം. പേഴ്സണലി ഞാനിത് ഫോളോ ചെയ്ത് വന്നിരുന്നതാണ്. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടാണിത് യൂസ് ചെയ്യുന്നത്. ആദ്യം ചെയ്തിരുന്നൊരു പ്രാക്ടീസാണിത്. അപ്പോൾ ഇതിനകത്തൊരു ഗ്രാറ്റിറ്റ്യൂഡും പ്ലസ് ഒരു ആക്ഷനും വരുന്നുണ്ട്. സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസാണ്, ഒരു 3x3 മെത്തേഡാണ്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി നമ്മൾ ഉറങ്ങാനൊക്കെ പോകുന്നതിൻ്റെ ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയം ഒരു 5 മിനിറ്റ് മതിയാകും നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് നന്ദിയോ മതിപ്പോ തോന്നുന്ന 3 കാര്യങ്ങളെ ജസ്റ്റ് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ജേർണലിംഗ് ബുക്കിലോ ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ ആ ഡേറ്റ് ഇട്ട് വേണമെങ്കിൽ എഴുതാം. അതൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ ഓരോ ദിവസവും ഡേറ്റ് ഇട്ട് എഴുതുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു ദിവസം നടന്നതും നിങ്ങൾ ചെയ്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിൽ നിങ്ങൾക്ക് സ്വയം മതിപ്പ് തോന്നിയ, നിങ്ങളോട് ഗ്രേറ്റ്ഫുൾ ആകാൻ തോന്നുന്ന ഏതെങ്കിലും 3 കാര്യങ്ങളെ കണ്ടെത്തി എഴുതുക. ഞാനിന്ന് 3 ലിറ്റർ വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് കൂടെ ഒന്ന് ചെയ്ത് തീർക്കാൻ പറ്റി, ഞാൻ ഇന്നൊരു 10 മിനിറ്റ് വർക്കൗട്ട് ചെയ്തു, ഞാൻ എൻ്റെ ജോബിലേക്കുള്ള പുതിയ ആപ്ലിക്കേഷൻ ഇന്ന് ടൈപ്പ് ചെയ്ത് വെച്ചു. ഇങ്ങനെ പലതും ചെറുതും വലുതും നോ മാറ്റർ, അവിടെ പെർഫെക്ഷനോ ഒന്നും വേണ്ട, ജസ്റ്റ് 3 കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം
ഇങ്ങനെ എഴുതി വെക്കുക. ജസ്റ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലൈൻ കൂടെ, ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ മൈസെൽഫ് ആൻഡ് ഐ ലവ് മൈസെൽഫ്. ഇങ്ങനെയും കൂടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലൈനും കൂടെ എഴുതി ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നിർത്താം. അപ്പം നമുക്ക് നമ്മളോട് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ എഴുതി വെച്ചത്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പാർട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എഴുതി വെക്കേണ്ടത്, നിങ്ങൾ ഇന്നിപ്പോൾ രാത്രിയിൽ ഇത് എഴുതുവാണെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മളിപ്പോൾ ടു ഡു ലിസ്റ്റ് ഒക്കെ ചെയ്യില്ലേ, അതുപോലെ എഴുതുക. പക്ഷെ അത് നിങ്ങൾക്കായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ സെൽഫിനായിട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ സെൽഫ് ഗ്രോത്തിലേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളെ എഴുതി വെക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള പല ഗോൾസുകളും കാണുമല്ലോ. ഹെൽത്തോ റിലേഷൻഷിപ്പോ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫോ കരിയറോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഗോൾസുകൾ കാണും. പക്ഷെ ഇവിടെ ഗോൾസ് അല്ല എഴുതി വെക്കേണ്ടത്, നെക്സ്റ്റ് ഡേ അതിനേക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ആക്ഷൻ ചെയ്യാൻ പറ്റും, ആ ഒരു 3 കാര്യങ്ങൾ. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല, ചെറിയ കാര്യങ്ങളിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഇപ്പം നിങ്ങൾക്കൊരു ഫുൾ ചാപ്റ്റർ പഠിച്ചു തീർക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ആ പേജ് ഒന്ന് തുറക്കുകയോ ഫസ്റ്റ് പേജ് ഒന്ന് വായിച്ചു വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതുക. കാരണം ഈസി ആയിട്ട് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്ന സ്റ്റെപ്പുകൾ എഴുതി വയ്ക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനാണ് ഗോള് എങ്കിൽ പുതിയൊരു ബിസിനസ് ഐഡിയ ഒരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, ഇത്ര മതി. അപ്പോൾ അങ്ങനത്തെ ഒരു 3 കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. നിങ്ങളൊരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു വർക്കൗട്ട് തുടങ്ങണമെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒരു വാമപ്പ് ചെയ്യണം, അങ്ങനെ ഒന്ന് എഴുതി വെക്കുക. ഇനി എഴുതി വെക്കുമ്പോൾ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇതിനി ഒരു ബാധ്യതയാവുമോ എന്നൊരു ചിന്തയല്ല. പകരം ഈ എഴുതിയ കാര്യങ്ങൾക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വെച്ചെങ്കിലും ഞാൻ സ്പെൻഡ് ചെയ്യും എന്ന ഒരു പ്രോമിസ് നമ്മൾ നമ്മുടെ മൈൻഡിന് കൊടുക്കുക. ആ ഒരു പ്രോമിസ് അത് വാക്ക് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾക്ക് കൊടുക്കുന്ന വാല്യൂ ആണെന്ന് തിരിച്ചറിയുക. സ്ക്രിപ്റ്റിംഗ് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഡേ ആയി, നമ്മൾ 3 കാര്യങ്ങൾ എഴുതി വെച്ചല്ലോ. അപ്പം ആ 3 കാര്യങ്ങൾക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് 5 മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിർത്തണമെങ്കിൽ നിർത്താം. പലപ്പോഴും ഈ തുടങ്ങി കിട്ടാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനൊരു ബുദ്ധിമുട്ടും കാണത്തില്ല. ഞാനും അങ്ങനെയാണ്, പലതും സ്റ്റാർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിൽ ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതങ്ങ് ചെയ്തു തീർക്കും. ശരിക്കും ഇതൊരു ബ്രെയിൻ ട്രിക്കാണ്. കാരണം നമുക്ക് ഈ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊന്നും അല്ല ഭൂരിഭാഗവും നമ്മൾ ഈ നീട്ടിക്കൊണ്ട് പോകുന്നത്. അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസ്കംഫർട്ടിനെ ഓർത്തായിരിക്കും നമ്മളുടെ ബ്രെയിൻ അത് ഒഴിവാക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നത്. ഒന്നുകിൽ എന്തെങ്കിലും തോറ്റു പോകുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ അത് നടന്നില്ലെങ്കിലോ എന്നുള്ള ഒരു പേടി, ജഡ്ജ്മെന്റിന്റെ പേടി, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആകുമോ എന്നൊക്കെ ഉള്ള ഒരു ഓവർ തിങ്കിങ്, ഇങ്ങനെ പലതും പ്രോക്രാസ്റ്റിനേഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് ശരിക്കും പ്രോക്രാസ്റ്റിനേഷൻ പലപ്പോഴും ടൈം മാനേജ്മെന്റിന്റെ പ്രോബ്ലം അല്ല, അതൊരു ഇമോഷണൽ മാനേജ്മെന്റ് ആണ് എന്ന് പറയുന്നത്. ഇമോഷനാണ്, നമ്മുടെ ബ്രെയിനിന്റെ കളിയാണ് ഇതൊക്കെ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കണക്ട് ആകുന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ മൈൻഡ് പ്രാക്ടീസ് ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. കാരണം ഇത് വളരെ കുഞ്ഞു കാര്യങ്ങളെ നമ്മളുടെ മൈൻഡിലേക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ ബ്രെയിനിലേക്ക് ഇത് ഈസി അല്ലേ, ഇത് സിമ്പിളാണ് എന്നൊരു കാര്യത്തിലേക്ക് പയ്യെ നമ്മൾ അതിലേക്ക് അങ്ങ് ഇന്നായി കഴിയും. പിന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. അപ്പൊ ഡെയിലി നമ്മൾ ഈ ഒരു 3 ടാസ്ക് വെച്ച് ഇങ്ങനെ കൊടുക്കും, ഒപ്പം 3 ഗ്രേറ്റ്ഫുൾ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ ഗ്രേറ്റ്ഫുൾ ആകും. കൂടുതൽ നമ്മളോട് ഗ്രേറ്റ്ഫുൾ ആകുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റും വരും. കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നതിൽ സമയം കണ്ടെത്താൻ കുഞ്ഞു സമയവുമേ എടുക്കുന്നുള്ളൂ. അപ്പൊ അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടും. ചെറിയ സ്റ്റെപ്സ് ഡെയിലി ചെയ്യുമ്പോൾ വലിയൊരു എഫേർട്ട് എടുക്കുന്നു എന്നുള്ളൊരു തോന്നലും വരത്തില്ല. അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ പതിയെ സക്സസ്സിലേക്ക് എത്തിക്കും. നമ്മൾ പോലും ഫീൽ ചെയ്യാതെ അതൊരു സക്സസ് ആയിട്ട് മാറും. മാനിഫെസ്റ്റേഷൻ ജേണിയിലാണെങ്കിലും സെൽഫ് ലവ് ജേണിയിലാണെങ്കിലും ആ ഒരു മിസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടുണ്ടല്ലോ, അലൈൻഡ് ആക്ഷൻ. അത് നമുക്കിവിടെ ഈ ഒരു പ്രോസസ്സിലൂടെ ഫില്ല് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ പറ്റും. അതിനൊക്കെ നമുക്ക് പ്രാപ്തരായി മാറാനും പറ്റും. അപ്പോൾ ഇത് ഉപകാരപ്പെടുന്നവർ ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനി മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.